പക്ഷെ മാറ്റം സംഭവിക്കാത്തത് സതിയുടെ അവസ്ഥയ്ക്കാണ്. സതിയുടെ കാത്തിരിപ്പും ശിവന്റെ ധ്യാനവും രണ്ടും അവസാനമില്ലാതെ നീളുകയായിരുന്നു. സ്വയംവര ദിനത്തിൽ അങ്ങേറെ പ്രണയം പ്രകടിപ്പിച്ചു. പക്ഷെ ഇവിടെ വന്നതിനു ശേഷം ഇത്രയും അകൽച്ചയോ ശിവ? നമ്മുടെ മുന്നിൽ അങ്ങയുടെ കണ്ണുകൾ തന്നെ അടച്ചു കളഞ്ഞു. എന്താ നമ്മുടെ പ്രണയം ഏകാന്ത പ്രണയമായി മാറുമോ? പക്ഷെ ഇനിയും നാം കാത്തിരിക്കുന്നതാണ്. കാരണം അങ്ങയോടുള്ള നമ്മുടെ പ്രണയം അങ്ങയുടെ തിരസ്കാരവും അകൽച്ചയും കാരണം ഋതുക്കളെ പോലെ മാറുന്നതല്ല. അങ്ങയുടെ മാറ്റത്തിനായി നാം കാത്തിരിക്കുന്നതാണ്. നാം കഴിയുന്നത്രയും കാത്തിരിക്കുന്നതാണ്. സതിയുടെ അപൂർണതയിൽ നിന്നും രൂപം കൊണ്ട അകൽച്ച വീണ്ടും വളരുകയായിരുന്നു. ഒരു വ്യക്തിയുടെ അപൂർണത അനേക ദോഷങ്ങൾക്ക് ജന്മം നൽകുന്ന ഒരു കുറവാണ്. അതിന്റെ ഫലമായി സതിയെയും അത് ബാധിക്കാതിരുന്നില്ല. അതിന്റെ അപൂർണത കാരണം അവൾ ഒരു വലിയ അപരാധം ചെയ്യാൻ പോവുകയായിരുന്നു. അതിനാൽ സതിയുടെയും ശിവന്റെയും ഇടയിലുള്ള അകൽച്ച വീണ്ടും വർദ്ധിക്കുകയായിരുന്നു. മിത്രമേ, ശിവൻ സർവജ്ഞാനിയാണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം സതിയുടെ നേർക്ക് അങ്ങനെ പെരുമാറിയത്? അദ്ദേഹം എന്തിനാണ് സതിയെ അപരാധം ചെയ്യാൻ അനുവദിച്ചത്? അദ്ദേഹം എന്തുകൊണ്ട് സതിയെ അപരാധം ചെയ്യുന്നതിൽ നിന്നും തടഞ്ഞില്ല? പറഞ്ഞാലും മിത്രമേ, എന്തായിരുന്നു ശിവൻ അങ്ങനെ പ്രവർത്തിക്കാതിരുന്നതിനുള്ള കാരണം? അതിന്റെ ഉത്തരം എന്തെന്ന് നമുക്കും അറിവുള്ളതല്ല മിത്രമേ. നമ്മുടെ ചിന്തയിൽ പൂർണ്ണനായ ശിവനിലും അപൂർണയായ സതിയിലുണ്ടായിരുന്ന അത്രയും തന്നെ ദോഷമുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. അതിന്റെ ഉത്തരം പക്ഷെ അങ്ങേക്ക് മാത്രം, അത് ശിവന് മാത്രമേ നൽകാനാകൂ. നാം മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം സതിയെ സ്വയം തീരുമാനമെടുക്കാൻ അനുവദിക്കുകയായിരുന്നു. എന്നിട്ട് സതി തന്റെ തെറ്റ് തിരുത്തിയിരുന്നുവോ? ശിവന്റെ ദൃഷ്ടിയിൽ അപൂർണയായ സതി, ദോഷപൂർണയായ സതി എങ്ങനെയാണ് തന്റെ തെറ്റുകൾ തിരുത്തുക? അപൂർണയായ സതിയുടെ ജീവിതത്തിൽ ശിവന്റെ കൈകടത്തലുകൾ ആവശ്യമായിരുന്നു. പക്ഷെ ശിവൻ അത് ചെയ്തില്ല. അപ്പോൾ സതി മറ്റൊരു അപരാധവും ചെയ്തു. ശിവന് വളരെയധികം മുറിവേറ്റു. അതിനാൽ അദ്ദേഹം തന്റെ വാമാങ്കിയിൽ നിന്നും വാമഭാഗത്തിരിക്കുവാനുള്ള അധികാരം തിരികെ വാങ്ങി. ഇത്രയും കഠിനമായ ശിക്ഷ നൽകുവാൻ മാത്രം എന്ത് തെറ്റാണ് സതി ചെയ്തത് മിത്രമേ? സത്യമാണ്. നമ്മുടെ പിതാശ്രീ പറഞ്ഞത് സത്യം തന്നെയാണ്. അവിടുന്ന് നമ്മെ പ്രണയിക്കുന്നില്ല ശിവ. അങ്ങ് കേവലം പ്രതികാരം ചെയ്യുകയാണ്. നമ്മോടും നമ്മുടെ പിതാശ്രീയോടും. നാം അങ്ങേക്ക് കേവലം ഒരു ഉപകരണം മാത്രമായിരുന്നു.
നമ്മുടെ പിതാവിനെ ക്രൂരനും നീചനുമാണെന്ന് തെളിയിക്കാൻ അവിടുന്ന് നമ്മെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവിടുത്തെ ശത്രുതയുടെ അഗ്നി ശാന്തമാക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് നമ്മെ വിവാഹം ചെയ്തതും ഇവിടേക്ക് കൊണ്ടുവന്നതും. കണ്ണുകൾ തുറന്നാലും ശിവ, കണ്ണുകൾ തുറന്നാലും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാലും നമ്മുടെ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിച്ചാലും അവിടുന്ന് അങ്ങയുടെ കണ്ണുകൾ തുറന്നില്ല എങ്കിൽ നാം ഈ സത്യം സ്വീകരിക്കുന്നതാണ്. നാം അങ്ങയ്ക്ക് കേവലം ഒരു വസ്തു മാത്രമാണ്. അല്ല സതി, ഇത് സത്യമല്ല. ഏതൊരു തീരുമാനത്തിലും വാദിയും പ്രതിവാദിയും രണ്ടു പക്ഷവും കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും മഹത്വപൂർണമായ കാര്യമാണ്. എങ്കിൽ പിന്നെ എന്താണ് അങ്ങയുടെ പക്ഷം? നാം ഇരുവരും വസ്തുക്കളല്ല, പരസ്പര പൂരകങ്ങളാണ്, പരസ്പരമുള്ള വിശ്വാസങ്ങളാണ്. നാം ഇരുവരും എപ്പോഴും പരസ്പരം പ്രണയിക്കുന്നവരാണ്, എപ്പോഴും പരസ്പരം പ്രണയിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് സത്യം. അസത്യമാണ്, അസത്യമാണ് ശിവ. അങ്ങ് നമ്മെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം സതിയെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു നാമം എന്തിനു ധ്യാനിക്കണം? ഏത് വിവാഹത്തിന് വേണ്ടിയാണോ, ഏത് ഒത്തുചേരലിന് വേണ്ടിയാണോ സമ്പൂർണ്ണ പ്രപഞ്ചവും കാത്തിരുന്നത്, സകല ദേവി ദേവന്മാരും പ്രസന്നരായത്, ആ നവവധുവിനെ കാണുന്ന കാര്യത്തിൽ അങ്ങ് ഉദാസീനനായിരുന്നു. എന്തുകൊണ്ട്? അങ്ങ് ധ്യാനിക്കുന്നത് ആരെയാണ്? ഓരോ ക്ഷണവും അങ്ങയുടെ ധ്യാനത്തിൽ ആരാണുള്ളത്? ആരുടെ പ്രേരണയാലാണ് അങ്ങ് സ്വന്തം സതിയെ മറന്നു പോയത്? അവിടുത്തെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ആ പ്രിയപ്പെട്ട പേര് അവിടുന്ന് നമ്മോട് പറഞ്ഞേ മതിയാകൂ ശിവ. പറഞ്ഞാലും ഒരുപക്ഷെ ഈ കാര്യം പറയുവാനുള്ള ഉചിതമായ അവസരം ഇതായിരിക്കില്ല. പക്ഷേ ദേവിയുടെ മേലുള്ള നമ്മുടെ ഉത്തരവാദിത്വം പറയുവാൻ ബാധ്യസ്ഥനാക്കിയിരിക്കുന്നു. നാം ആരെയാണ് ധ്യാനിക്കുന്നതെന്ന് ദേവിക്ക് അറിയണമല്ലേ? നമ്മുടെ ഹൃദയത്തിൽ ആരാണ് കുടികൊള്ളുന്നതെന്ന് അറിയുവാൻ ദേവി ആഗ്രഹിക്കുന്നു. അതെ, നമുക്ക് അറിയണം ശിവ. നമ്മുടെ ഹൃദയത്തിൽ നാരായണനാണ് വസിക്കുന്നത്.
നമ്മോടൊപ്പം വരൂ നന്ദി. ശരി മാതേ. പറഞ്ഞാലും മാതേ, ഉത്തരവ് നൽകിയാലും. ഈ രാമൻ ആരാണ്? ശ്രീരാമൻ നാരായണന്റെ 7ാമത്തെ അവതാരമാണ് മാതേ. അങ്ങനെ എന്ത് പ്രത്യേകതയാണ് അദ്ദേഹത്തിനുള്ളത്? ദേവാദിദേവൻ മഹാദേവൻ അദ്ദേഹത്തെ ധ്യാനിക്കുന്നതിനായി. അത് നമുക്കറിയില്ല മാതേ. പക്ഷെ ഒരു കാര്യം നമുക്ക് തീർച്ചയായും അറിയാം. അദ്ദേഹം പുരുഷന്മാരിൽ ഏറ്റവും ഉത്തമനാണ്. ധർമ്മത്തിന്റെയും മാന്യതയുടെയും സ്ഥാപനത്തിനായി ത്രേതായുഗത്തിൽ മഹാരാജാവ് ദശരഥന്റെ പുത്രരൂപത്തിൽ ഈ ഭൂമിയിൽ അവതാരമെടുത്തതാണ്. മാത്രവുമല്ല, നമ്മുടെ പ്രഭു മഹാദേവൻ അദ്ദേഹത്തെ ഭജിക്കുമ്പോൾ തീർച്ചയായും അദ്ദേഹം പൂജനീയനാണ്, മഹാനാണ്. ഒരു നവവധുവിനെ വിസ്മരിക്കാൻ പതിയെ പ്രേരിപ്പിച്ച ആ പൂജനീയനായ മഹാനായ രാമന് പരീക്ഷണം നൽകാൻ പോവുകയാണ്. അരുത് മാതേ, അവിടുന്ന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. മിത്രമേ, നന്ദി അരുതെന്ന് ആവശ്യപ്പെട്ടതിന് ശേഷവും സതി തീരുമാനം ഉപേക്ഷിച്ചുവോ? ഇല്ല മിത്രമേ, സതി ശ്രീരാമനെ പരീക്ഷിക്കുന്നതിനായി ഉറപ്പിച്ചിരുന്നു. സതിയുടെ തീരുമാനത്തെ ശിവൻ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ലായിരുന്നു. ഒരു വ്യക്തിയുടെ മൂല്യത്തെ പരീക്ഷിക്കാനുള്ള അധികാരം എല്ലാവർക്കുമുണ്ട്. അതാണ് എല്ലായ്പ്പോഴും ധാരണയുടെ അടിസ്ഥാനം. പക്ഷേ ചില ബന്ധങ്ങൾ ഒരിക്കലും പരീക്ഷിക്കാൻ പാടുള്ളതല്ല മിത്രമേ. കേവലം വിശ്വസിക്കാൻ മാത്രമുള്ളതാണ് ദൃഢവിശ്വാസം. അതിലൊരു ബന്ധമായിരുന്നു പതി പത്നിമാരുടെ ബന്ധം. അതിന്റെ അടിസ്ഥാനം വിശ്വാസത്തിലാണുള്ളത്. എപ്പോഴെങ്കിലും ആ അടിസ്ഥാനത്തിൽ നിന്ന് വിശ്വാസത്തിന്റെ അംശം വ്യതിചലിക്കുകയാണെങ്കിൽ ബന്ധമെന്ന ആ ഭവനം ഒരു ക്ഷണം കൊണ്ട് തകർന്നു വീഴുന്നതാണ്. അതുപോലെ തന്നെ സംശയം, അത് പതി പത്നിമാർക്കിടയിൽ വിഷമാണ്. ആ വിഷത്തിന്റെ പ്രഭാവത്തിൽ അകപ്പെട്ടിരുന്നു സതി. ശ്രീരാമനെ പരീക്ഷിക്കുവാനുള്ള അവിടുത്തെ തീരുമാനം ഉപേക്ഷിച്ചാലും മാതേ. ഏത് ശ്രീരാമൻ കാരണമാണോ നമുക്ക് നമ്മുടെ മഹാദേവനെ കാത്തിരിക്കേണ്ടി വരുന്നത്? അദ്ദേഹത്തിനും സതിയുടെ പരീക്ഷണത്തെ നേരിടേണ്ടി വരും. ഋഷിവര്യ, ഈ വനം കുറച്ച് വിചിത്രവും ഭയാനകവുമായി തോന്നുന്നില്ലേ? ദേവി, അവിടുന്ന് സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയല്ലല്ലോ. അത് കാരണമായിരിക്കാം അവിടത്തേക്ക് ഇങ്ങനെ തോന്നുന്നത്. വന്നാലും ഈ ശീതളമായ വൃക്ഷത്തിന്റെ തണലിൽ അല്പനേരം വിശ്രമിക്കാവുന്നതാണ്. വന്നാലും അസുരകുലത്തിന്റെ ശത്രുവായ ശിവന്റെ മാതാവ് സതി അനസൂയയും ഋഷി അത്രിയും ഇവിടെ. നല്ല അവസരമാണിത്.
ഇന്നിവർ രണ്ടുപേരുടെയും അന്ത്യം കുറിച്ച് നമുക്ക് നഷ്ടമായ നമ്മുടെ അഭിമാനത്തിനും അസുരരാജൻ അന്ധകന്റെ വേർപെടുത്തിയ ശിരസിനുമുള്ള പ്രതികാരം ചെയ്യുന്നതാണ്. ഋഷിവര്യ, അന്തരീക്ഷത്തിൽ തണുപ്പ് അനുഭവപ്പെടുകയാണ്. നമുക്ക് തോന്നുന്നു സമീപത്തെവിടെയോ ജലാശയം ഉണ്ടെന്ന്. അങ്ങ് വിശ്രമിച്ചാലും നാം ജലം കൊണ്ടുവരുന്നതാണ്. അവിടുന്ന് ശ്രദ്ധിച്ചു പോകേണ്ടതാണ്. പോകൂ, നിന്റെ വിഷദംശത്താൽ അവൻ ആഴമേറിയ നിദ്ര സമ്മാനിക്കൂ. നിനക്കവന്റെ അന്ത്യം കുറിക്കാനായില്ല എങ്കിൽ നീ നിന്റെ അന്ത്യത്തെ പ്രാപ്തമാക്കുക. നീ നിന്റെ പത്നി ധർമ്മത്തെ നിർവഹിച്ചുകൊണ്ട് നിന്റെ പതിയെ രക്ഷിച്ചിരിക്കുകയാണ്. അതിനാൽ നിനക്കിനി പരീക്ഷണം നേരിടേണ്ടി വരുന്നതാണ്. നമ്മുടെ പരീക്ഷണത്തിൽ ജയിക്കുകയാണെങ്കിൽ വിജയം നിന്റേത്, ഇല്ലെങ്കിൽ നമ്മുടേത്. ഇനി പ്രളയം വന്നാലും ഋഷിവര്യ, നാം അവിടുത്തെ നിദ്ര തടസ്സം വരുത്താൻ അനുവദിക്കുന്നതല്ല.